നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് ധനുഷ് തിരക്കഥ സംവിധാനം ചെയ്ത റായൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിൽ റായൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും ധനുഷ് തന്നെയാണ്. വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഈ ചിത്രവും കഥ പറയുന്നത്. SJ സൂര്യ, പ്രകാശ് രാജ്, അപർണ ബാലമുരളി, സന്ദീപ്, കാളിദാസ്, ശെൽവരാഘവൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ന്യൂ വേവ് തമിഴ് സിനിമകളൊക്കെ കഥ പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ് സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ചിത്രവും കഥ പറയുന്നതെങ്കിലും അവതരണ മികവ് കൊണ്ടാണ് ഈ റായൻ എന്ന ചിത്രം വേറിട്ട് നിൽക്കുന്നത്. പൊതുവെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആകെ ലോകത്ത് 7 കഥകൾ മാത്രമേ ഉള്ളൂ. ആ കഥ പറയുന്നതിലെ വ്യത്യസ്തതയാണ് ഓരോ കഥയും വേറിട്ട് നിർത്തുന്നത് എന്നുള്ളത്. അത്തരത്തിൽ വേറിട്ട കഥ പറയാനാണ് ധനുഷ് എന്ന സംവിധായകൻ റായൻ എന്ന ചിത്രത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ പ്രധാന പ്രമേയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയ റായനെയും 2 സഹോദരനെയും ഒരു സഹോദരിയെയും പിന്നീട് റായനാണ് സംരക്ഷിക്കുന്നത്. ഒരു തട്ടുകട നടത്തിയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ അവർ ജീവിക്കുന്ന ചുറ്റുപാടിലെ 2 ഗാങ്സ്റ്റേഴ്സിന്റെ കഥയും ഇവരുടെ ട്രാക്കിനോട് ചേർന്ന് പറയുന്നുണ്ട്. 2 സേതു, ദുരൈ എന്ന് പറയുന്ന 2 ഗാങ്സ്റ്റർ, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അവരുടെ ഒരു ട്രാക്ക് റായന്റെ ലൈഫിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനെ വിഷ്വലി പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. കാരണം കഥ പറയുന്ന ജോഗ്രഫിയെ വളരെ മികച്ച രീതിയിലാണ് ചിത്രം തുടങ്ങുമ്പോൾ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാരണം അവരിയ്ക്കുന്ന ആ ഒരു ചുറ്റുപാട് എസ്റ്റാബ്ലിഷ് ചെയ്ത രീതിയായാലും ഓരോ ക്യാരക്ടേഴ്സിനെയും വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ച രീതിയായാലും, പ്രത്യേകിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റായൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത, ആളുകളോട് അധികം ചിരിച്ച് സംസാരിക്കാത്ത റായൻ. പൊതുവെ അധികം സംസാരിക്കുന്നത് സ്വന്തം അനിയത്തിയോട് മാത്രമാണ്. അനിയത്തിയെ കാണുമ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ചിരിച്ചൊന്ന് റായൻ സംസാരിക്കുന്നത്. ഈ റായൻ എന്ന ക്യാരക്ടറിന്റെ മാനറിസവും ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമായാലും അത് വളരെ റിയലിസ്റ്റിക്കായി കഥാപശ്ചാത്തലത്തോട് ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതിൻ്റെ ഒപ്പം അതിന്റെ ജോഗ്രഫി പ്രേക്ഷകർക്ക് വളരെ ഇമ്പാക്റ്റോടുകൂടി കിട്ടുന്ന തരത്തിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ആ ക്യാരക്ടറിന്റെ എലിവേഷനിലേക്കൊക്കെ എത്തുമ്പോൾ വളരെ ഭംഗിയോടുകൂടിയാണ് ആ ക്യാരക്ടർ ഡൈനാമിക്സ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് AR റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് AR റഹ്മാന്റെ ഏറ്റവും മികച്ചൊരു സ്കോർ കേൾക്കുന്നത്. പ്രത്യേകിച്ച് റായൻ എന്ന കഥാപാത്രത്തിന്റെ എലിവേഷനിലേക്കൊക്കെ എത്തുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റോട് കൂടി തന്നെയാണ് AR റഹ്മാൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സിലേക്കുള്ള പാട്ടൊക്കെ നല്ല രസമായി തോന്നി. ഇതിലെ മൂന്നാമത്തെ പോസിറ്റീവ് പീറ്റർ ഹെയിന്റെ കൊറിയോഗ്രാഫി തന്നെയാണ്. ഇന്റർവെല്ലിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ഫൈറ്റ് ഇമോഷണലി പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്ന രീതിയായാലും റായന്റെ അതുവരെയുള്ള ഇമോഷൻസിനെ പുഷ് ചെയ്യുന്ന രീതിയായാലും വളരെ മികച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നാലാമത്തെ പോസിറ്റീവായി പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. പ്രത്യേകിച്ച് ആ നഗരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ, ആ ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ കൊണ്ടുവരുന്ന കളറിൽ, ആ ഫൈറ്റ് സീക്വൻസിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ഷെയ്ഡിൽ, ഓരോ ക്യാരക്ടേഴ്സിനെയും കാണിക്കുമ്പോഴുള്ള ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൊക്കെ ഇതിന്റെ ക്യാമറ ഏറ്റവും മികച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ചിത്രത്തിന്റെ നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിരക്കഥ തന്നെയാണ് ചില സമയത്തൊക്കെ ഈ ചിത്രത്തെ പിറകോട്ടടിക്കുന്നത്. ആദ്യത്തെ ഒരു ഇന്റർവെൽ വരെ ഈ ചിത്രത്തിന്റെ ഫ്ലോ വളരെ മികച്ച രീതിയിലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഹാഫിലേക്ക് എത്തുമ്പോൾ ഈ ചിത്രത്തിൽ കോൺഫ്ലിക്റ്റുകൾ കൊണ്ടുവരുന്നത് ഒരു ഒട്ടും ഓർഗാനിക് അല്ലാത്ത രീതിയിലായി എന്നത് തന്നെയാണ് ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. കാരണം നമ്മൾ ഊഹിക്കുന്ന തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അത് അത്രത്തോളം പ്രേക്ഷകരിലേക്ക് വൈകാരികമായിട്ടുള്ള തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലാതെ പോകുന്നു എന്നിടത്താണ് റായനെ അല്പമെങ്കിലും പിറകോട്ടടിക്കുന്നത്. എങ്കിലും മുഷിക്കാതെ കണ്ടിരിക്കാൻ ചിത്രം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് അതിലെ ഓരോ കഥാപാത്രങ്ങളോടും ഇൻവോൾവ് ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നത് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആദ്യത്തെ ഹാഫ് ഒട്ടും വിരസതയില്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കുമെങ്കിലും സെക്കൻഡ് ഹാഫാണ് അല്പമെങ്കിലും ഒരു വിരസത തോന്നുന്നത്. പക്ഷെ അപ്പോഴും ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിനെ രക്ഷിക്കുന്നത് AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. പവർ പാണ്ടി എന്ന ഒരു ഫാമിലി ഡ്രാമയ്ക്ക് ശേഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റായനിലേക്ക് എത്തുമ്പോൾ പവർ പാണ്ടിയിൽ നിന്ന് ധനുഷ് എന്ന സംവിധായകൻ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു സംവിധായകനെ നമ്മൾ വിലയിരുത്തുന്നത് ഒരു ഷോട്ട് വെക്കുന്ന രീതിയായാലും ഫ്രെയിം കമ്പോസ് ചെയ്യുന്ന രീതിയായാലും അതിലെ ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവരുന്ന ഒരു വ്യത്യസ്തതയിലാണ് ഒരു സീനിൽ ഒരു സംവിധായകന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അത്തരത്തിൽ നോക്കിയാൽ ഭംഗിയുള്ള ഫ്രെയിമുകൾക്കൊപ്പം കൃത്യമായ ഒരു ഡയറക്ടർ കമാൻഡ് ഈ ചിത്രത്തിൽ ഉടനീളമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.
ഇതിൽ പ്രധാനമായും വില്ലൻ കഥാപാത്രമായി എത്തുന്നത് FJ സൂര്യയാണ്. സമീപത്തായി കുറേ സിനിമകളിൽ FJ സൂര്യയെ വില്ലനായി കാണുന്നുണ്ടെങ്കിലും ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ അത്രത്തോളം പവർഫുള്ളായി FJ സൂര്യയെ ഉപയോഗിച്ചില്ല എന്നത് ഈ ചിത്രത്തിന്റെ ഒരു പോരായ്മയാണ്. എങ്കിലും FJ സൂര്യയുടെ പ്രസൻസ് ഈ ചിത്രത്തിലൊരു വിരസതയൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് തുഷാര വിജയൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ധനുഷിനോടൊപ്പം തന്നെ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് തുഷാര വിജയൻ്റെതും. ഈ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ തുഷാര വിജയന്റെ ക്യാരക്ടർ എലിവേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു. ആകെ മൊത്തത്തിൽ റായൻ എന്ന ചിത്രത്തെ വിലയിരുത്തിയാൽ തിയേറ്ററിൽ ഒരു തവണ വലിയ മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ചിത്രം തന്നെയാണ് റായൻ.